വിവിധ സ്ഥാപനങ്ങളുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് പ്രയോജനപ്പെടുത്തി ഇടുക്കി ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്ന ഇടുക്കി ഒരു മിടുക്കി പദ്ധതിയുമായി തുടർന്നും സഹകരിക്കുമെന്ന് മലയാളത്തിന്റെ അഭിമാനം മോഹൻലാൽ. വയോജനങ്ങൾക്കുള്ള ഡയപ്പറുകൾ അഞ്ചുരുളിയിൽ തയ്യാറാക്കിയ ലൈബ്രറിയുടെ താക്കോൽ കൈമാറൽ എന്നിവ തൊടുപുഴയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മോഹൻലാൽ ചെയർമാനായ വിശ്വശാന്തി ഫൗണ്ടേഷൻ, EYGDS എന്നിവർ സംയുക്തമായിട്ടാണ് ഇടുക്കി ഒരു മിടുക്കി പദ്ധതിയുമായി സഹകരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ നടത്തിയ CSR കോൺക്ലേവിനെ തുടർന്നാണ് ഇടുക്കി ഒരു മിടുക്കി പദ്ധതിയുമായി മോഹൻലാൽ നേതൃത്വം നൽകുന്ന വിശ്വശാന്തി ഫൗണ്ടേഷൻ സഹകരിച്ചു തുടങ്ങുന്നത്. പദ്ധതിയുമായി തുടർന്നും സഹകരിക്കുമെന്നും മോഹൻലാൽ പറഞ്ഞു. കേരളത്തിന് പുറമെ കോയമ്പത്തൂർ, ചെന്നൈ, ധാരാവി തുടങ്ങിയ സ്ഥലങ്ങളിൽ കോവിഡ് പ്രവർത്തനങ്ങളിൽ നമ്മൾ പങ്കാളികളായി. ശുദ്ധജലക്ഷാമം കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടനാട്ടിലെ എടത്വ 1-ാം വാർഡിലെ പ്രിയപ്പെട്ടവർക്കായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഓട്ടോമേറ്റഡ് കുടിവെള്ള പ്ലാന്റ് സ്ഥാപിക്കാൻ വിശ്വശാന്തിക്ക് സാധിച്ചു. ഇതുവഴി 1000-ലേറെ ജനങ്ങൾക്ക് BIS നിലവാരത്തിലുള്ള ശുദ്ധമായ കുടിവെള്ളം നൽകാൻ കഴിഞ്ഞു. ടെക്നോളജിയുടെ സാധ്യതകൾ സംയോജിപ്പിച്ച് വികസിപ്പിച്ചെടുത്ത പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ പ്ലാന്റാണ് ഇത്. അമൃത ഹോസ്പിറ്റലുമായി സഹകരിച്ച് ഉത്തർപ്രദേശ്, ബീഹാർ, ജമ്മു ആൻഡ് കാശ്മീർ, ലക്ഷദ്വീപ് തുടങ്ങിയ കേരളത്തിന് പുറത്തുള്ള നാടുകളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിവരുന്നു. ഇതേറെ ആത്മസംതൃപ്തി നൽകുന്ന ഒരു കാര്യമാണ്. ആരോഗ്യ, വിദ്യാഭ്യാസ, തൊഴിൽ രംഗങ്ങളിൽ ഒട്ടേറെ സഹോദരങ്ങൾക്ക് തുണയാകാൻ ഇതിനോടകം ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. വയനാട്ടിലെ നമ്മുടെ ആദിവാസി കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും കമ്പ്യൂട്ടർ ലാബുകളും നിർമ്മിക്കാൻ വിശ്വശാന്തി ഫൗണ്ടേഷൻ സാധിച്ചു. ആദിവാസി വീടുകളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് സിവിൽ സർവീസ് കോച്ചിങ്ങിന് വേണ്ട സഹായങ്ങൾ നൽകാൻ കഴിയുന്നതും വിശ്വശാന്തിയുടെ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിടുന്നതിൻ്റെ ഉദാഹരണമാണ്. കേരളത്തെ ദുരന്തത്തിലാക്കിയ പാരിസ്ഥിതിക വെല്ലുവിളിയായിരുന്നു പ്രളയകാലത്ത് നമ്മളാൽ ആവുന്ന സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയും എന്നതും അഭിമാനപൂർവ്വം നോക്കുന്നു. വിവിധ NGO സ്ഥാപനങ്ങൾ, കോർപ്പറേറ്റ് മേഖല എന്നിവിടങ്ങളിൽ നിന്നുള്ള സഹായം ഇടുക്കി ഒരു മിടുക്കി പദ്ധതിക്ക് തുടർന്നും ആവശ്യമുണ്ടെന്ന് പരിപാടിയിൽ പങ്കെടുത്ത ജില്ലാ കളക്ടർ ഷീബ ജോർജ് പറഞ്ഞു. ഇടുക്കിയിൽ നിന്നും മാത്രമല്ല മറ്റ് സ്റ്റേറ്റിൽ നിന്നുമെല്ലാം ഉള്ള ഒരുപാട് NGOs പങ്കെടുത്ത ഒരു കോൺക്ലേവിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ അവരെ അറിയിച്ചു. പലരും അതിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു, ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പ്രവർത്തനങ്ങൾ നേരത്തെ ബഹുമാനപ്പെട്ട മോഹൻലാൽ സാർ പറഞ്ഞ പോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ വിശ്വശാന്തി ഫൗണ്ടേഷനും നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം എന്നോണമാണ് EYGDSന്റെ ഭാഗമായിട്ട് ഇന്നിവിടെ നടത്തിയ ഈ ഒരു താക്കോൽദാനവും അതുപോലെ പാമ്പേഴ്സിന്റെ അതിന് ഒരു വിതരണവും നടത്തിയത്. നമുക്കെല്ലാം ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇത് രണ്ടും. നമ്മുടെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 161 ട്രൈബൽ സെറ്റിൽമെന്റുകളുണ്ട്. ഇടമലക്കുടി ഉൾപ്പെടെ മറയൂര്, മാങ്കുളം തുടങ്ങി എല്ലാ മേഖലകളിലും ഒരുപാട് ട്രൈബൽ സെറ്റിൽമെന്റ് ഉള്ള ഒരു ജില്ല കൂടിയാണ് ഇടുക്കി. ഇവിടെയൊക്കെ നമുക്കറിയാം, നമ്മൾ ആഘോഷിച്ചു. അതിനുശേഷം ഒരുപാട് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് കൊണ്ടുവരാൻ സാധിച്ചു എന്നതിൽ ഞങ്ങൾക്കും എനിക്കും എൻ്റെ സഹപ്രവർത്തകർക്കും ഒക്കെ അതിലൊരു പങ്കുണ്ട്. സ്കിൽ ഡെവലപ്മെന്റ്, സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ, ഗ്രാമീണ പഠന കേന്ദ്രങ്ങൾ, മാനസിക ആരോഗ്യ പരിപാടികൾ, കരിയർ ഗൈഡൻസ്, മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങി വിവിധ മേഖലകളിലാണ് ഇടുക്കി ഒരു മിടുക്കി പദ്ധതി പ്രകാരം പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത്. പരിപാടിയിൽ ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുൺ S. നായർ, EYGDS ഹെഡ് വിനോദ്, വിശ്വശാന്തി മാനേജിംഗ് ഡയറക്ടർ മേജർ രവി, സജീവ് സോമൻ തുടങ്ങിയവർ പങ്കെടുത്തു.